ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 2026 തുടങ്ങുന്ന ദിവസം വ്യാഴാഴ്ചയാണ്. അത് വളരെ ഒരു ഐശ്വര്യദായകമായ കാര്യമാണ്. അപ്പോൾ അത് എല്ലാവർക്കും എല്ലാ നക്ഷത്രക്കാർക്കും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ സന്തോഷമുണ്ട്. ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇല്ലേ തന്നെയും എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ഒരു വർഷമായിരിക്കും ഈ 2026. അത് വ്യാഴാഴ്ച ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഐശ്വര്യദായകമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയം വേണ്ട. പിന്നെ ലളിതമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയാൽ ആ സമയം അല്ലെ ഈ വർഷം വലിയ രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഒരു സിദ്ധമന്ത്രമായത്. ഇത് നിങ്ങൾ കേൾക്കുമ്പം നിങ്ങൾക്കും അതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ ഈ 2026 വ്യാഴാഴ്ച ദിവസം തുടങ്ങുന്നത് ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ അത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് 27 നക്ഷത്രക്കാർക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഐശ്വര്യദായകമായ തുടക്കമാണ് ഈ വ്യാഴാഴ്ച എന്ന് പറയുന്നത്. കഴിഞ്ഞ 2025 തുടങ്ങിയ ബുധനാഴ്ചയാണ്. ഈ 2026 തുടങ്ങുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ അത് കൂടുതൽ നേട്ടങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ഐശ്വര്യദായകമായ ഒരു തുടക്കമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ചെയ്യാവുന്ന ലളിതമായ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ, ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതൊക്കെ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാൻ അത്രേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ലെന്നും പറഞ്ഞത്. മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് വാട്സപ്പ് ഇടാൻ പറഞ്ഞത്. ആവശ്യമുള്ളവർ ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇനിയും ഞാൻ വിഷയത്തിലേക്ക് വരാം. എല്ലാവർക്കും ഒരു 2026 ഐശ്വര്യദായകമായൊരു തുടക്കമാണ്. എല്ലാവരും ചോദ്യം പ്രയോജനം ഉണ്ടാകും. എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് പറയാൻ. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. 2026 വ്യാഴാഴ്ച ദിവസം തുടങ്ങുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു നല്ല തുടക്കമാണ്. നിങ്ങൾക്ക് ഇത് നല്ലതായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന ഒരു വർഷമായിരിക്കും. ഇനിയും ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ 2025 ഡിസംബർ മാസം, അതായത് 2026 തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ മാസങ്ങൾ പോലും ആ മാറ്റത്തിൻ്റെ ഒരു തുടക്കം പലരിലും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? 2026 പിന്നെ വ്യാഴാഴ്ച തുടങ്ങുന്നു. അതിന് തൊട്ട് പുറകിലുള്ള 2025 ഡിസംബർ മാസം തൊട്ട് തന്നെ പലർക്കും പല മാറ്റങ്ങളും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇപ്പം വീടില്ലാത്തൊരു പുതിയ വീട് മേടിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് ഒരുങ്ങുന്നു. ഭൂമി വാങ്ങാൻ പലർക്കും അവസരം ഉണ്ടാകുന്നു. ഇപ്പോൾ എൻ്റെ തന്നെ ഒരുപാട് കസ്റ്റമർ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ തീർച്ചയായിട്ടും 2026 വ്യാഴാഴ്ച തുടങ്ങുമ്പം അതിൻ്റെ ചില മാറ്റങ്ങളാണ് അതിന് മുമ്പ് തൊട്ട് കണ്ടു തുടങ്ങുന്നത്. ഏതൊരു കാര്യവും തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തൊട്ട് അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തിൻ്റെ അതിർത്തിയിലേക്ക് ചെല്ലുന്നു. അതിന് തൊട്ട് മുമ്പ് തൊട്ട് ഭൂപ്രകൃതി സാമ്യമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു നല്ല കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് തൊട്ട് നമ്മൾ ചേഞ്ച് ഉണ്ടായി തുടങ്ങും. ഇപ്പോൾ 2025 ഡിസംബർ തൊട്ട് പലരിലും ചേഞ്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഭൂമിയില്ലാത്തൊരു ഭൂമിക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, വീടിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, പ്രമോഷൻ കിട്ടുന്നു, ഒക്കെ സംഭവിക്കുന്നു പലർക്കും. അപ്പോൾ ഇത് 2026 നല്ലൊരു മാറ്റത്തിലേക്ക് തീർച്ചയായിട്ടും വരും എന്നുള്ളതൊരു ദൈവികമായ സൂചന തന്നെയാണ്. ഇനിയും 2026 വ്യാഴാഴ്ച തുടങ്ങുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, ദൈവാധീനം 27 നക്ഷത്രക്കാർക്കും എല്ലാവർക്കും ഉണ്ടാകും. ഭൂമി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങാം. പിന്നെ നിങ്ങൾ ശ്രമിക്കുന്ന പോലെ ഇരിക്കും മേടിക്കുന്നതും മേടിക്കാത്തതും. പക്ഷേ അവസരങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാം. നിങ്ങളത് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്കത് അനുഭവത്തിൽ വരും. നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അനുഭവത്തിൽ വരത്തില്ല. പക്ഷേ അനുകൂലമായ എല്ലാ കാര്യങ്ങളും വരാം. അതുപോലെ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടക്കാം. വാഹനം, പിന്നെ മംഗളകാര്യങ്ങൾ, വിവാഹാദി മംഗളകാര്യങ്ങൾ, തൊഴിൽ അഭിവൃദ്ധി, പ്രമോഷൻ, ഇതെല്ലാവർക്കും നടക്കാവുന്ന കൂടുതൽ മാറ്റങ്ങളിലേക്ക് വരുന്ന നല്ല ഒരു തുടക്കമാണ് 2026 വ്യാഴാഴ്ച തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ
ഞാൻ ഈ വീഡിയോ ഇടുന്നത് 2025 അവസാനത്തെ ദിവസമായ ഡിസംബർ 31 തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മനസ്സിലായില്ലേ? അപ്പം അടുത്ത ദിവസം മുതൽ 2026 ജനുവരി 1 തീയതി വ്യാഴാഴ്ചയാണ്, പുതിയൊരു തുടക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ, അടുത്ത വർഷം മുഴുവൻ 2026 മുഴുവൻ ഈ 2026 വ്യാഴാഴ്ച തുടങ്ങുന്നത് കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്താൽ കുറച്ചുകൂടി അത് വലിയ മാറ്റത്തിലേക്ക് വരാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഈ 2026 തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച അധികം താമസിയാതെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി രാവിലെ ഒരു പാൽപ്പായസം, ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പുരുഷ സൂക്താർച്ചന, ഒരു തുളസിമാല, അല്പം നെയ്യ് ഒരു കുപ്പിക്കകത്ത് ഇത്രയും സമർപ്പിച്ച് ഭഗവാനെ പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അപ്പം ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച പോയാൽ മതി. 2026 തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ പോകണമെന്നില്ല. ഏതെങ്കിലും വ്യാഴാഴ്ച പോയി, ആദ്യത്തെ ദിവസം പറ്റുന്നവർക്ക് ചെയ്യുക, അല്ലാത്തൊരു ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച പോയി ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ, നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും എല്ലാം ഭഗവാനോട് പറയുക, ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന് പറയുക. എന്നിട്ട് സാധിക്കുന്ന ഈ ഒരു ശ്ലോകം കൂടെ ജപിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇല്ലേ ഭഗവാനെ നിങ്ങൾക്കറിയാവുന്ന മന്ത്രം ജപിച്ചാലും അല്ലെങ്കിൽ ഭഗവാനെ എന്ന് വിളിച്ചാലും മതി. പറ്റുന്നവർ ഇതുകൂടെ ജപിക്കുക. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. ഇതുകൂടെ ജപിക്കുകയാണ് നല്ലതാണ്. ഇല്ലേ നിങ്ങൾക്കറിയാവുന്ന പോലെ ഭഗവാനെ നാരായണ, മഹാവിഷ്ണു, ഭഗവാനെ കൃഷ്ണ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രാർത്ഥിച്ചാൽ മതി. അത് നിങ്ങളുടെ മനസ്സ് ഭഗവാന് ചെല്ലണമെന്നേ ഉള്ളൂ. ഇത് രാവിലെ ചെയ്യണം. വൈകുന്ന പാട് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ തന്നെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചുറ്റുവിളക്ക് തെളിയിക്കുക. ചെറിയൊരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക, കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ നിങ്ങളുടെ അടുത്തുള്ള ചുറ്റുവിളക്ക് തെളിയിക്കുക. ഒരു 1/2 ലിറ്ററോ 1 ലിറ്ററോ എല്ലാം കൊണ്ടുപോയി ചെയ്യാവുന്ന ഉള്ളൂ. അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണ് ചെയ്യുക. ചുറ്റുവിളക്ക് തെളിയിക്കുക. ഒരു സെറ്റ് മുണ്ട് ഭഗവാനെ സമർപ്പിക്കുക. വൈകിട്ടത്തെ നിവേദ്യം എന്നാന്ന് വെച്ചാൽ അതോട് ഭഗവാനെ സമർപ്പിക്കുക. നിങ്ങൾ ഭഗവാനോട് എനിക്ക് ഈ വർഷം ഏറ്റവും നല്ല വർഷമായിരിക്കണേ. അപ്പോൾ ഈ വ്യാഴാഴ്ച തുടങ്ങുന്നതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? 27 നക്ഷത്രക്കാർക്കും പറ്റും, അല്ലാതെ സംശയമൊന്നും വേണ്ട, എല്ലാവർക്കും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ആർക്കും ചെയ്യാം. അപ്പോൾ ഇത് ഭഗവാന് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ തിരുമേനിക്കൊരു സെറ്റ് മുണ്ട് കൂടെ കൊടുക്കണം, ഒരു ദക്ഷിണയും കൂടെ കൊടുക്കുക. പിന്നെ അവിടെ അമ്പലം വൃത്തിയാക്കുന്ന അങ്ങനെ അടിച്ചുതളിക്കാരി അമ്മമാരോ അല്ലെങ്കിൽ വൃത്തിയാക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മുണ്ടും ദക്ഷിണയും കൂടെ കൊടുക്കണം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു ദക്ഷിണ. ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക. ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ചെയ്താൽ മതി. ഇപ്പം 2026 തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ഏറ്റവും ഐശ്വര്യദായകമായിരിക്കും, ഏറ്റവും അഭിവൃദ്ധിദായകമായിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ പല രീതിയിൽ ചെയ്തവർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭം ഉണ്ടായവരുണ്ട്, വീട് സ്ഥലം വാങ്ങിയവരുണ്ട്, ഒരുപാട് പ്രമോഷൻ കിട്ടിയവരുണ്ട്, പിന്നെ ഒരുപാട് മാറ്റം ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമായിരിക്കും. നമുക്ക് പുതിയ വർഷം ഒരു ചേഞ്ച് ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഒരു ചേഞ്ച് ഉണ്ടാക്കണം. ചേഞ്ച് വേണം ജീവിതത്തിൽ. ആ ചേഞ്ച് ഉണ്ടാകും, സംശയമൊന്നും വേണ്ട. ഇന്ന് ഞാൻ വഴിയെ കൂടി ഇങ്ങോട്ട് നടന്നു വന്നപ്പം ഒരു പയ്യനെ കണ്ടു. അവൻ്റെ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ടുള്ളതാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ അവന് കൈ കൊടുത്തിട്ട് പറഞ്ഞു പുതിയ വർഷം നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പ്രയത്നിക്കണം. അല്ലാതെ ചുമ്മാ വീട്ടിൽ ഇരുന്നുകൊണ്ട് നല്ലതായിരിക്കും എന്നല്ല. നമ്മളിവിടെ പ്രയത്നിച്ചാൽ അത് മറ്റു വർഷങ്ങളെക്കാട്ടി കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവന് വലിയ സന്തോഷം തോന്നി. എങ്കിലും ഒരു സംശയം തോന്നി, ശരിയായിരിക്കുമോ? ഞാനിങ്ങനെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു നല്ലതായിരിക്കും. നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കും, സംശയമൊന്നും വേണ്ട. കാരണം ഇതൊക്കെ നമുക്ക് ആ സിദ്ധന്മാരുടെ അനുഗ്രഹം. ഞാൻ ആദ്യം ഓം നർപ്പവി 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 എന്ന് ജപിച്ചാൽ സിദ്ധമന്ത്രമാണ്. നമ്മൾ ആ വഴി ഫോളോ ചെയ്യുന്ന ആളാണ്. സിദ്ധന്മാരുടെ ആ ഒരു വഴി ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വരൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ അത് ആ പരമപവിത്രമായ ഒരു ഈശ്വരീയമായ നല്ല കാര്യങ്ങളാണ്. അത് നിങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ വഴിപാട് പ്രയോജനം ചെയ്യും കേട്ടോ. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. പിന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വ്യാഴാഴ്ചകൾ കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ മലയാള മാസം 1-ാം തീയതി വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ക്ഷേത്രങ്ങൾ. മലയാള മാസം 1-ാം തീയതി വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള അമ്പലപ്പുഴയോ ആറന്മുളയോ ഗുരുവായൂരോ പത്മനാഭസ്വാമി ക്ഷേത്രമോ പെട്ടെന്ന് ഓർക്കുന്ന 4 ക്ഷേത്രം പറയുന്നതേ ഉള്ളൂ.
എല്ലാ ക്ഷേത്രവും ചൈതന്യം കൂടുതലുള്ള ധാരാളം ഭക്തജനങ്ങൾ വരുന്ന വീടിൻ്റെ അവിടെ നിന്ന് നിങ്ങളുടെ വീടിൻ്റെ അവിടെ ദൂരെയുള്ള ഏതെങ്കിലും കൃഷ്ണക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ മലയാള മാസം 1-ാം തീയതി ദർശനം നടത്തുന്നത് നല്ലതാണ്. അത് മാസത്തിൽ 1 വീതം ആവർത്തിക്കും നല്ലതാണ്. പിന്നെ വ്യാഴാഴ്ച അടുത്തുള്ള കൃഷ്ണക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഈ വർഷം ഏറ്റവും ഐശ്വര്യദായകമായിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെ വെള്ളിയാഴ്ചകൾ നിർബന്ധമായി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം, നിങ്ങൾ നല്ലതാണ്. അതുപോലെ പൗർണമി ദിവസവും ഭദ്രകാളിയെ പോയി ദർശിക്കണം. അതുപോലെ കർത്തവാവിനൊന്നും ഭദ്രകാളിയെ ദർശിക്കണം, നല്ലതാണ്. വലിയ മാറ്റം ഉണ്ടാകും. മലയാള മാസം ആദ്യ ചൊവ്വാഴ്ചയോ ഞായറാഴ്ചകളോ മുരുകനെ ദർശിച്ച് മുരുകന് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. വഴിപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഭദ്രകാളിക്കാണെങ്കിൽ കടുംപായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ചെമ്പരത്തിമാലയൊക്കെ. കൃഷ്ണനാണെങ്കിൽ ത്രിമധുരം, പാൽപ്പായസം, നെയ്യ് ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മുരുകനാണെങ്കിൽ ത്രിമധുരം നല്ലതാണ്, കുമാരസൂക്താർച്ചന നല്ലതാണ്. പിന്നെ ജോലിയിലൊക്കെ വലിയ ഡെവലപ്മെൻറ്റിനാണ് പഞ്ചാമൃത അഭിഷേകം നല്ലതാണ്. ഇപ്പം പിന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. ഈ പുതിയ വർഷം നമുക്ക് ഏറ്റവും നല്ലതാക്കി മാറ്റാൻ പറ്റും. ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നവരുടെ എല്ലാം ജീവിതം മാറിയിരിക്കും, നോ ഡൗട്ട്. വിശ്വാസത്തോടെ ഭഗവാൻ ഒരല്പം നെയ്യ് പോലും സമർപ്പിച്ച് ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഒരു തവണ ചെയ്താൽ മാറുമെന്നല്ല. നിങ്ങളുടെ വിളി എപ്പോൾ ഭഗവാൻ കേൾക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് ഭഗവാനെ മനസ്സിൽ ചെല്ലുന്നു ആ നിമിഷം നിങ്ങളുടെ ജീവിതം മാറും. അത് ചിലപ്പോൾ ആദ്യത്തെ ഒരു തിങ്കളാഴ്ച തന്നെ ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പം കുറേ തിങ്കളാഴ്ചകൾ ചെയ്യേണ്ടി വരും. എങ്കിലും നിങ്ങൾ ഭഗവാനോട് ആവർത്തിക്കുക തിങ്കളാഴ്ചകൾ. ഉറപ്പായിട്ട് നിങ്ങൾ കുടുംബസമേതമെങ്കിലും തിങ്കളാഴ്ചകൾ ശിവക്ഷേത്ര ദർശനം ചെയ്യണം. മൊത്തത്തിൽ മാറ്റം ഉണ്ടാകും. ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം. ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ഉണ്ടാകും, തൊഴിലുയർച്ച വരും, പ്രമോഷൻ കിട്ടും, നിങ്ങളുടെ ജീവിതത്തിൽ ആ കുടുംബ ഐക്യം ഉണ്ടാകും, സകല ഐശ്വര്യങ്ങളും തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം കൊണ്ട് ഉണ്ടായി വരും എന്ന് അറിയുക. ഇതാരും പറഞ്ഞു തരത്തില്ല ഇതുപോലെ. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ അറിവല്ല. സാക്ഷാൽ പരമേശ്വരൻ്റെയും അമ്മ പാർവതീദേവിയും അഗസ്ത്യരെ അതുപോലെ ഗുരുക്കന്മാരുടെയൊക്കെ സ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പല ആ വിദ്യകളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർ തരുന്ന ജ്ഞാനമായി പറഞ്ഞു തരുന്നത്. എനിക്കറിവേ ഇല്ല, എനിക്കൊരറിവുമില്ല, പക്ഷെ അവർ തരുന്നതാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് പിന്നെ ശൂന്യമായി. ഞാൻ ശൂന്യതയെ ധ്യാനിക്കുന്ന ആളാണ്. ആ ശിവനെ ശൂന്യതയിൽ ശിവനെ ശക്തിയും ധ്യാനിക്കുന്നതാണ്. നമുക്ക് ആ ഭഗവാൻ തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നത് ഞാൻ അത്രേ ഉള്ളൂ. ഇത് ആരും പറഞ്ഞു തരത്തില്ല. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം കുടുംബത്തോടെ ചെയ്യേ, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടിരിക്കും. ഭഗവാൻ ഇച്ചിരി നെയ്യെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ നെയ്യ് മാത്രമേ വെക്കാവുള്ളതെന്നല്ല, പാൽപ്പായസം വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വഴിപാടും ചെയ്യാം. കൂളത്തിലാർച്ചന ചെയ്യാം, മൃത്യുഞ്ജയാർച്ചന ചെയ്യാം, വെള്ളനിവേദ്യം ചെയ്യാം, പാർവതീദേവിക്ക് പിൻവിളക്ക് ചെയ്യാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. നെയ്യും പിൻവിളക്കും എങ്കിലും ചെയ്യുക പറ്റുന്നവർ. പിന്നെ പാൽപ്പായസമൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഭഗവാൻ ഇടയ്ക്കൊക്കെ ചെയ്യുകയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് പാൽപ്പായസം. പിന്നെ കുട്ടികളാണെങ്കിൽ കദളിപ്പഴം ഭഗവാന് വെക്കുന്നത് നല്ലതാണ്. അവരുടെ നല്ല ഭാവി ഉണ്ടായി വരും. അങ്ങനെയുള്ള കുട്ടികൾക്ക് കദളിപ്പഴവും സാധാരണ ഒരു അർച്ചനയും കൂടെ ഭഗവാനത് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ചില രഹസ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ ശനിയാഴ്ചകൾ അയ്യപ്പ ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും നല്ലതാണ്. പിന്നെ ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് പോകണം. ഭഗവാൻ അല്പം നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം അടിമുടി മാറും, ഒരു സംശയവും വേണ്ട. അതാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു കാര്യമില്ല, ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ദേവതയെ മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ. ജീവിതത്തിൽ അടിമുടി മാറ്റുന്നതാണ് ഈ പ്രത്യേകിച്ച് ഈ കുടുംബ ദേവതയെ ഏതെങ്കിലും ഒരു മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ചയോ കുടുംബ ദേവതയെ പോയി കാണുന്നത് വളരെ നല്ലതാണ്. എണ്ണമാല അർച്ചന, ഇഷ്ടനിവേദ്യം ഇതൊക്കെ നൽകാം. വലിയ മാറ്റം വരും. അസാധ്യമായ പലതും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കാനാണെങ്കിൽ ചുമന്ന പട്ടും 20-30 രൂപയുടെ എള്ളെണ്ണയും കൂടെ കൂട്ടിപ്പിടിച്ച് ഒരു വലത്തെങ്കിലും വെച്ച് നടക്കി വെക്കുക. ചിലത് പറയും വലത്ത് വെക്കരുത്, പക്ഷേ വലത്ത് വെച്ച കാര്യം നടക്കും. എന്നിട്ട് ഒരു വലത്തെങ്കിലും വെക്കുക. എന്നിട്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്, വിശ്വാസത്തോടെ ചെയ്ത് നടക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് പലരും അറിവില്ലായ്മ കൊണ്ടാണ് പലതും പറയുന്നത്, പക്ഷെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മലയാള മാസം അവസാന ദിവസം, അത് അവസാനം 30 ഉണ്ടെങ്കിലും 31 ഉണ്ടെങ്കിലും മലയാള മാസം അവസാന ദിവസം സർപ്പദേവതയ്ക്ക്, നാഗരാജാവിനും നാഗയക്ഷമിക്കും പാൽപ്പായസം പിന്നെ നെയ്വിളക്ക് ഇതൊക്കെ നാഗക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നത് വളരെ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ വലിയ പെടാപ്പാട് വിട്ടിട്ടും ജീവിതത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ മതി, ജീവിതം മാറും. വിശ്വാസത്തോടെ ചെയ്താൽ മതി. പണത്തൊക്കെ വരും, സമ്പത്ത് വരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവാധീനം ഉണ്ടാകുമ്പോഴാണ് സാമ്പത്തികം വരുന്നത്. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ വലിയ പടാപ്പാട് പാടുന്നതിനൊന്നുമല്ല, നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്യുമ്പോൾ മാറ്റം ഉണ്ടാകും.
ചെയ്യേണ്ട രീതി ചെയ്യണം, അതിനുള്ള കാര്യങ്ങൾ അറിയണം. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പോൾ നമുക്ക് ഈ പുതുവർഷം ഏറ്റവും നല്ലതാക്കി മാറ്റാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ബുധനാഴ്ചകളിൽ ഇപ്പോൾ 1 കിലോ അവൽ, അല്ലെങ്കിൽ നിങ്ങൾ 1 കിലോ അവലെങ്കിലും വാങ്ങുക. 1 കിലോ അവൽ അത് വാങ്ങി നമ്മൾ പാക്കറ്റിനകത്തായിരിക്കുമല്ലോ കിട്ടുന്നത്. അത് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നടയ്ക്ക് നേരെ ഒരു 6 മണിക്ക്, രാവിലെ 6 മണിക്ക് 7 മണിക്ക് ഇടയ്ക്ക് നിന്ന് സാമ്പത്തികം പ്രാർത്ഥിച്ച് ഭഗവാന്റെ നേരെയുള്ള നടയ്ക്കോ അല്ലെങ്കിൽ കൽമണ്ഡപത്തിലോ വെക്കുക. അത് അന്ന് നിവേദിക്കാൻ വേണ്ടിയല്ല, അത് അമ്പലത്തിൽ എപ്പം വേണമെങ്കിലും എടുത്തോട്ടെ, നമ്മളവിടെ സമർപ്പിക്കുക. ഇത് നിങ്ങൾ ബുധനാഴ്ചകൾ ഈ പറഞ്ഞ സമയത്തൊന്ന് ചെയ്ത് നോക്കിയേ, സമ്പത്ത് അതുപോലെ ഭഗവാൻ തരും. ഞാൻ സത്യമായ കാര്യമാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് അറിയേണ്ടത്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ജീവിതം മാറ്റുന്നത്. ഇതൊക്കെ നമുക്ക് ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ പുതുവർഷം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വളരെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. മാത്രമല്ല എല്ലാ ദേവതകളിലും, വ്യാഴം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അനുഗ്രഹം മാത്രമല്ല, ദൈവാധീനം, അതെല്ലാ ദേവതകളിലും ദൈവാധീനം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്കെല്ലാം വളരെ ഒരു ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. പിന്നെ ദാനധർമ്മങ്ങൾ വ്യാഴാഴ്ച ചെയ്യുക. മാസത്തിലൊന്ന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ, വലിയ പൈസ മുടക്കിയല്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ അർഹരായവർക്ക് വ്യാഴാഴ്ച ചെയ്യുക. വലിയ ഐശ്വര്യങ്ങളുണ്ടാവും, അത്ഭുതകരമായ ജീവിതം മാറും. പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഒരു കാര്യം. കാരണം ഇത് പുതുവർഷം തുടങ്ങുകയാണ്, അതുകൊണ്ടാണ്. അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ, 18-ാം പടിയുള്ള ഫോട്ടോ മേടിച്ച് വെക്കുക. പിന്നെ വെങ്കടാചലപതിയുടെ ഒരു ഫോട്ടോ വെക്കുക. വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഫോട്ടോ വെക്കുക. ഈ 3 ഫോട്ടോയും വീട്ടിൽ വെക്കണം. പിന്നെ ഗണപതിയുടെ ഒരു ഫോട്ടോ വേണം. അപ്പം ഗണപതിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ കൂടെ വെക്കണമെന്നല്ല, മാറ്റി വെക്കാം. ഈ 3 ഫോട്ടോകളും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. പിന്നെ നമ്മൾ കയറി വരും, വീട്ടിലേക്ക് അകത്തേക്ക് കയറി വരുന്നത് കാണുന്നത് വെച്ചാൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും വെക്കാം. ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങൾ കർപ്പൂരം കത്തിച്ച് ഓരോ ഫോട്ടോയ്ക്ക് മുന്നിൽ രാവിലെ പ്രാർത്ഥിക്കണം, വൈകിട്ടും പ്രാർത്ഥിക്കണം. തട്ടത്തെ കർപ്പൂരം കത്തിച്ചു. പിന്നെ കിടക്കാൻ നേരത്ത് ഗണപതിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഓം വിനായകായ നമ, ഓം ഗണപതി എന്നല്ല, ഓം വിനായകായ നമ എന്ന് പറയുക. വിനായകരെ പ്രണാമം എന്ന് പറയുക. നിങ്ങളുടെ സങ്കടം പറയുക, എന്നിട്ട് പോയി കിടക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം, നിത്യവിധി ചെയ്യുക. ഇങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടായവരുണ്ട്, ഈ തടസ്സപ്പെട്ട പണം കിട്ടിയവരുണ്ട്. ഒരുപാട് അനുഭവം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതുവർഷം നിങ്ങൾക്ക് എന്നും നല്ലതായിട്ട് വരും, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് 2025 ഗുഡ് ബൈ പറയാം. 2026 വെൽക്കം ചെയ്യാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ. ഈ 2025 എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ നടന്ന ഒരു വർഷമാണ്. അത് ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഞാനൊരു അവധൂതനെ ആദ്യമായി കണ്ടത് 2025 ഒരു അവധൂതൻ്റെ മുന്നിൽ നിന്നപ്പോൾ അഗസ്ത്യനെക്കുറിച്ച് ഞാൻ അറിയുന്നത് 2025 എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നടന്നു പോവാണ്. 2026 ആയപ്പോഴത്തേനും പുതിയ ചില കാര്യങ്ങളും ജീവിതത്തിലെ സൂചനകൾ കണ്ടു തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2026 തുടക്കമാണ്. 2025 തുടക്കം, ഈ 2026 തുടങ്ങാൻ പോകുമ്പോഴും പുതിയ ചില മാറ്റങ്ങളുടെ നല്ല സൂചനകളും നടക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് 2025 ഒരുപാട് ശിവവിദ്യകൾ എന്ന് പറഞ്ഞാൽ ആരും കേട്ടുകേൾവിയില്ലാത്ത പല രഹസ്യമായ വിദ്യകളും കിട്ടുവാനും അതൊക്കെ അറിയുവാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതെല്ലാം ഭഗവാൻ തരുന്ന ചില കാര്യങ്ങളാണ്. ശിവനിലേക്ക് ഒരുപാട് ഡീപ്പായിട്ട് പോകാൻ എനിക്ക് പറ്റി. ഒരുപാട് വിദ്യകൾ, അത് കുറേ പല വിദ്യകളും ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൻ്റെ ദർശനം, അതൊക്കെ ആ ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്ന വിദ്യകളാകട്ടോ. ഇതാരും പറഞ്ഞു തരത്തില്ല. ഇത് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായി കഴിയുമ്പോൾ ഭഗവാനോട് നന്ദി പറയുക, ഭഗവാന് പാൽപ്പായസം കഴിക്കുക, ശിവന് പാർവതിദേവിക്ക് പിന്മുളക്ക് ചെയ്യുക, നന്ദി പറയുക, ഒക്കെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളുണ്ടാക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ, നന്മകൾ ചിന്തിക്കുക. നമ്മൾ ജീവിതത്തിൽ ജീവിച്ചു പോകുന്നതോടൊപ്പം നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടെ ചെയ്യുക എന്ന് വെച്ച് ഈ ചിലരുണ്ട് ഈ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരും. അത് തൊഴിലാക്കിയവരാണ്. അങ്ങനെയുള്ളവരല്ല, അർഹരായ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകട്ടെ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് സാക്ഷാൽ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ
ഒരു സിദ്ധമന്ത്രം കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇത് കാണുന്ന, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാ ജീവിതത്തിൽ ആ അനുഗ്രഹം ഉണ്ടാകട്ടെ, ജീവിതം മാറട്ടെ, എല്ലാം നല്ലത് മാത്രം ഭവിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. ഓം മുരുക, ഗുരുമുരുക, ആനന്ദമുരുക, അരുൾമുരുക, ആനന്ദമുരുക, ശിവശക്തി ബാലകന, ഷൺമുഖ ക്ഷടാതര. എൻ്റെ വാക്കിലും ഓർമ്മയിലും നിലകൊള്ളാനും സംരക്ഷിക്കാനും ഓം ഐം ഹ്രീം വേൽ കാത്മസ്വാഹ മുരുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും കടന്നു വരട്ടെ. എല്ലാവരും ഈശ്വരനെ അറിയട്ടെ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണാം, ഒരുമിച്ച് ഈശ്വരനെ വിളിക്കാം, ഒരുമിച്ച് നന്മകൾ പങ്കിടാം. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.